പലപ്പോഴായിട്ട് കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ആൾക്കാർക്ക് അവരെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വായിച്ച് മനസ്സിലാക്കണമെന്നറിയാത്തതിന്റെ ഒരു പ്രശ്നങ്ങളും. ഇത് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നങ്ങൾ കാരണം കുറെ പേര് ക്രെഡിറ്റ് കാർഡിന്റെ ഡെറ്റിലേക്ക് വീഴുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡുകളുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. എൻ്റെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാനിപ്പോൾ ക്യാൻഡയിലാണ് ഉള്ളത്. അപ്പോൾ അത് എൻ്റെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് കാര്യം സ്റ്റേറ്റ്മെന്റ് പീരീഡ് ആണ്. എൻ്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് പീരീഡ് നവംബർ 7 തൊട്ടിട്ട് ഡിസംബർ 8 എന്ന് പറഞ്ഞിട്ടുള്ള പീരീഡിലത്തെയാണ്. ഇത് ആ പീരീഡിലെ ട്രാൻസാക്ഷൻസ് ആണ്. അതായത് $38 തൊട്ടിട്ട് ഈ $50 വരെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്ത് രണ്ട് പേയ്മെന്റ് ഞാൻ മുമ്പത്തെ അടച്ചിരുന്നു. അത് കാരണം എൻ്റെ മൊത്തം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് $128 ആണ് ഞാൻ ഇവിടെ അടയ്ക്കേണ്ടതായിട്ട് വന്നിരിക്കുന്ന സാധനം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാര്യം. സ്റ്റേറ്റ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ നവംബർ 7 തൊട്ട് ഡിസംബർ 8 ആണ്. രണ്ടാമത്തെ കാര്യം സ്റ്റേറ്റ്മെന്റ് ഡേറ്റ്. സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഡിസംബർ 8 വരെയുള്ള സ്റ്റേറ്റ്മെന്റ് ഡേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഡിസംബർ 9 സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും എമൗണ്ട് എൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് കയറും. പക്ഷെ അത് എനിക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് അടുത്ത ജാനുവരി 9 വരെയുള്ള സമയമുണ്ട്. എനിക്കപ്പോൾ അത് അത്രയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് അടച്ചാൽ മതി. അല്ലാണ്ട് ഇപ്പം അടയ്ക്കേണ്ടതായിട്ടില്ല. പക്ഷെ ഈ $128 എനിക്കിപ്പോൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത്. ഈ ഫുൾ $128, ഈ മൂന്നാമത്തെ കാണുന്ന ഫുൾ $128 ഞാൻ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. പലപ്പോഴും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റിൽ കണ്ട മിനിമം പേയ്മെന്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമാണ് ആൾക്കാർ അടയ്ക്കുക. ഇത് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ $10 ചുരുങ്ങിയത് അടച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വേറൊരു പെനാൽറ്റിയും കൂടിയും അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് ആണ്. പക്ഷേ നിങ്ങൾ ഈ വെറും ഈ മിനിമം എമൗണ്ട് ആയി $10 അടച്ചു കഴിഞ്ഞാൽ ഈ 10 മൈനസ് 128 $118 നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവരെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പൊ നിങ്ങൾ അടയ്ക്കേണ്ടത് എപ്പോഴും സ്റ്റേറ്റ്മെന്റിന്റെ ഫുൾ എമൗണ്ട് ആണ്, അല്ലാണ്ട് ഈ മിനിമം എമൗണ്ട് അല്ല. പലപ്പോഴും കണ്ടുവന്നിരിക്കുന്നത് ഈ മിനിമം പേയ്മെന്റ് അടച്ചുപോയി അതിന്റെ മേലുള്ള ഇൻട്രസ്റ്റുകൾ വരുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പേയ്മെന്റ് ഡേറ്റ് ഉണ്ട്. അതിവിടെ എന്റെ ഫോട്ടോ വരുന്നതിനെ കവർ ചെയ്യുന്നത് ഡിസംബർ 29 ആണ്. അതായത് ഡിസംബർ 29 ആകുമ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ മുഴുവൻ $128 അടച്ചു തീർക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇതെന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ജസ്റ്റ് ഒരു സമ്മറിയാണ്. കാൽക്കുലേറ്റിംഗ് ആ ബാലൻസ് എന്ന് എഴുതിയിട്ട് ഈ 106.845 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ 106 ഉണ്ടായിരുന്നു. ഞാൻ പേയ്മെന്റ് അടയ്ക്കാൻ നിർബന്ധിതമായിട്ടുള്ള എമൗണ്ട് 106 ആയിരുന്നു കഴിഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ. പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ അടച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ട്രാൻസാക്ഷൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന എമൗണ്ട് ഞാൻ അടയ്ക്കേണ്ടത് $128 എന്ന് കാണിക്കുന്നതാണ്. ഇനി ഞാൻ ഈ $128 അടച്ചിട്ടില്ലെങ്കിൽ ഈ 6 എന്ന് കാണിക്കുന്ന സ്ഥലത്ത് വരുന്ന 20.95% പലിശ അവർക്ക് നമ്മുടെ മേലിൽ ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഒഴിവാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സ്റ്റേറ്റ്മെന്റ് എമൗണ്ട് അടയ്ക്കേണ്ടതാണ്. ഇത്രയും കാശ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റിനും ഈ 20.99 കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് പകുതി അടച്ച് എന്നിട്ട് നിങ്ങൾ ഈ കാശ് കൊണ്ടിട്ട് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ റിട്ടേൺ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്ര റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് സാധാരണ രീതിയിൽ നമ്മുടെ അടുത്ത് കണ്ടുവരുന്നതല്ല. അപ്പൊ എപ്പോഴും എല്ലാവരും ഫുൾ എമൗണ്ട് അടയ്ക്കാൻ നോക്കുക. പിന്നെ ഇതിനകത്ത് പോയിന്റ്സ് ആണിത്. ഇപ്പോൾ ഈ കാർഡിന് ഏവിയോൺ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ്, അതാണ് ഈ 0.7 എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത്. അപ്പൊ അത് എനിക്ക് ഓപ്പണിംഗിൽ 1070 ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പോയിന്റ്സ് കൂടി പർച്ചേസ് ചെയ്തതിനനുസരിച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിഡീം ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി ഇത്ര പോയിന്റ് ഉണ്ടെന്ന്. ഈ പോയിന്റും ഈ സ്റ്റേറ്റ്മെന്റ് ബാലൻസും ആയിട്ട് യാതൊരു രീതിയിൽ ബന്ധമില്ല. നമുക്ക് അത് വേറെയാണ്, ഇത് വേറെയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് ഉണ്ടാവണമെന്നില്ല. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് പോയിന്റ്സ് ഉള്ള ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ഇല്ലാത്ത ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഏത് രീതിയിലാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് നോക്കുക. ഈ 7 എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാവണമെന്നല്ല. ബാക്കി 6 പോയിന്റ്സ് നിങ്ങളുടെ എല്ലാവരുടെയും ക്രെഡിറ്റ് കാർഡിൽ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് ഫുൾ ആയിട്ട് ചെയ്യാൻ നോക്കുക. താങ്ക് യു.